കൊച്ചേട്ടൻ്റെ കത്ത് വായിക്കുന്നത് SGHS കട്ടപ്പന സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഗബ്രിയേല. കൊച്ചേട്ടൻ്റെ കത്ത്. പാറ്റ മക്കിയ ഭാരതം. പ്രിയ DCL കൂട്ടുകാരെ, आपकी भी बेटी है ना? हम भी आपके बच्चों जैसी है. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നായ ഭാരതത്തിൻ്റെ മഹത്തായ സ്വാതന്ത്ര്യദിനത്തിൻ്റെ 80ാം വാർഷികത്തിൻ്റെ പുലരിയിലൊന്നിൽ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഒരു പെൺകുട്ടിയുടെ ദീനവിലാപം മുഴങ്ങുകയാണ്. നിങ്ങൾക്കും പെൺമക്കൾ ഉള്ളതല്ലേ? എന്നിട്ടെന്തേ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു? ഞങ്ങളും നിങ്ങളുടെ മക്കളെപ്പോലെ തന്നെയല്ലേ? ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയ നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് എവിടെ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളെ ക്രൂരമായി ലാത്തി വീശി പൊതിരെ തല്ലിച്ചതയ്ക്കുന്ന ഒരു വനിതാ പോലീസിനോട് ഇരു കൈകളും കൂപ്പി നിന്ന് ഒരു പെൺകുട്ടി ചോദിക്കുന്ന നിലവിളിയാണിത്. 8 പതിറ്റാണ്ടിൻ്റെ സ്വാതന്ത്ര്യാഘോഷത്തിൽ സ്വതന്ത്ര ഇന്ത്യയിലെ പുതുതലമുറയ്ക്ക് 8ന്റെ പണി കൊടുത്ത കേന്ദ്ര സർക്കാരിൻ്റെ കൊലച്ചതിക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന CJP പാറ്റകൾ തലസ്ഥാന നഗരിയെയും കേന്ദ്ര സർക്കാരിനെയും നക്കിത്തിന്നുന്ന കാഴ്ച കണ്ട് ലോകം തരിച്ചു നിൽക്കുകയാണ്. 79 വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷ് ആധിപത്യത്തെ തകർത്തെറിഞ്ഞ പൂർവ്വ രക്തസാക്ഷികളുടെ രക്തത്തുള്ളികൾ ഞരമ്പിലോടുന്ന നവീന ഇന്ത്യയുടെ പുതുതലമുറ പുതിയ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതിൻ്റെ ശംഖുലി മുഴങ്ങുമ്പോഴാണ് നാളെ ഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി സ്വാതന്ത്ര്യദിന പതാക ഉയർത്തുന്നത്. ലോകത്തിലെ ആദ്യ 5 സാമ്പത്തിക ശക്തികളിലൊന്നായി വളർന്ന ഇന്ത്യ ജനസംഖ്യയിൽ ലോകത്ത് ഒന്നാമതെത്തി. ഏറ്റവും അധികം മാനവ വിഭവശേഷിയുള്ള രാജ്യമായി. അനുഗ്രഹങ്ങളിൽ കാൽകുത്തിയും ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചും ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ലോകോത്തര നേട്ടങ്ങൾ നാം കൈവരിച്ചു. കാർഷിക വ്യവസായ മേഖലകളിലും ഇന്ത്യ ഒന്നാം നിരയിലെത്തി. 80ാം വർഷത്തിലും ഭരണഘടനയ്ക്ക് അനുസൃതമായി രാജ്യം ഭരിക്കുന്ന ഒരു ജനാധിപത്യ സർക്കാർ നമുക്കുണ്ട് എന്നതും നമ്മുടെ ബഹുമതിയാണ്. വൈവിധ്യങ്ങളുടെ കലവറയായ ഭാരതം നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വമാണ് പ്രായോഗികമാക്കുന്നത്. 1369 മാതൃഭാഷകളുള്ള ഈ മഹാരാജ്യത്ത് 450-ലേറെ സംസാര ഭാഷകളുമുണ്ട്. ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, യഹൂദ, ബഹായി മതസമൂഹങ്ങൾ ഇന്ത്യയിലുണ്ട്. ചാതുർവർണ്ണ്യത്തിൻ്റെ പുരാവൃത്തം ഇപ്പോഴും നിലനിൽക്കുന്ന ഉത്തരേന്ത്യൻ ഉൾനാടുകളിലും മറ്റും സംസ്ഥാനങ്ങളിലുമായി 3500ഓളം ജാതികളും ഉപജാതികളുമുണ്ട്. പട്ടിക വിഭാഗത്തിൽ തന്നെ 1100-ലേറെ ജാതികൾ നിലവിലുള്ളപ്പോൾ OBC വിഭാഗത്തിൽ 2400-ലേറെ വിഭാഗങ്ങളാണുള്ളത്. കൂടാതെ 705 ഗോത്ര വിഭാഗങ്ങളുടെ കൂട്ടായ്മയും ഇന്ത്യൻ മതസംസ്കാരത്തെ സമ്പന്നമാക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ദേശീയ തലത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും ജനാധിപത്യ ഇന്ത്യയുടെ അടിത്തറ പണിയുന്നുണ്ട്. വാർത്താ മാധ്യമങ്ങളുടെ കാര്യത്തിലും ഇന്ത്യ സമ്പന്നമാണ്. 1,55,000 പ്രസിദ്ധീകരണങ്ങൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 20 ഭാഷകളിൽ ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 918 സ്വകാര്യ ചാനലുകൾ വാർത്താ വിതരണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ രാജ്യത്ത് ദൂരദർശൻ ചാനലിനോടൊപ്പം 50-ലേറെ ദേശീയ പ്രാദേശിക TV ചാനലുകളും ഇന്ത്യയിലുണ്ട്. ഇതെല്ലാം നമ്മുടെ നേട്ടങ്ങളാണ്. ഈ നേട്ടങ്ങൾക്കിടയിലും അടിസ്ഥാന മനുഷ്യാവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പുതുതലമുറ പോലും സമരം ചെയ്യേണ്ട ഗതികേട് ഇന്ത്യയിലുണ്ട്. വർഗീയ ലഹളകളും രാഷ്ട്രീയ കലാപങ്ങളും ജനജീവിതത്തിൻ്റെ സ്വാസ്ഥ്യം കെടുത്തുന്നുണ്ട്. എങ്കിലും സ്വതന്ത്ര ഇന്ത്യ നമ്മുടെ അഭിമാനമാണ്. എല്ലാ ഭാരതീയരും നമ്മുടെ സഹോദരങ്ങളാണ്.
പരസ്പരം കൈകോർത്ത് ഭിന്നതകൾ മറന്ന് നവഭാരത നിർമ്മിതിയിൽ നമുക്കും പങ്കുചേരാം. ജാഗ്രതയോടെ തന്നെ. ഏവർക്കും സ്വാതന്ത്ര്യദിനാശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ. നന്ദി.